സമസ്ത വിഭാഗീയത മൂർച്ഛിച്ചതിനെ തുടർന്ന് സമസ്ത നേതൃത്വം തന്നെ വിളിച്ച സമവായ ചർച്ച ഇന്ന് നടക്കുമെന്നതാണ് അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സമസ്തയിലെ ഇരു വിഭാഗവും ലീഗ് നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കില്ലെന്നാണ് സൂചന. മേഘ കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സമസ്തയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എന്താണ് ഈ സമസ്തയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സമസ്ത രണ്ട് ചേരികളായി തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഏത് ഘട്ടത്തിലാണ് എത്തിപ്പെട്ടത്? ലീഗിനെ ചൊല്ലിയുള്ള പ്രശ്നമാണോ അതിന് കാരണം? മനു, സമസ്തയിൽ രണ്ട് ചേരി എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി പരസ്യമായി തന്നെ രംഗത്ത് വന്നതാണ്. അതായത് ഒരു സമാന്തര യോഗം വിളിച്ചുകൊണ്ട് ഒരു യോഗം വിളിക്കുന്നു. അതിന് പിന്നാലെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഈ സമാന്തര യോഗം ആവശ്യപ്പെടുന്നു. കോഴിക്കോടും മലപ്പുറത്തും പൊതുപരിപാടി സംഘടിപ്പിച്ചുകൊണ്ടാണ് സമസ്തയിലെ ഒരു വിഭാഗം നേരത്തെ തന്നെ രംഗത്ത് വന്നത്. അത് വലിയ വിമർശനങ്ങൾക്കൊക്കെ തന്നെയും ഇടവെച്ചിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ യോഗം ഇന്ന് നടക്കുന്നത്. മലപ്പുറത്ത് വെച്ചാണ് യോഗം ചേരുന്നത്. ലീഗ് അതായത് സമസ്തയിൽ ലീഗിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം എന്നതാണ് സമാന്തര വിഭാഗം എന്ന രീതിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ആ വിഭാഗത്തിലെ ആളുകൾ, അതിനൊപ്പം തന്നെ ലീഗ് വിരുദ്ധരായ ആളുകളൊക്കെ തന്നെയും ഈ യോഗത്തിൽ പങ്കെടുക്കും. എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം എന്നത് ലീഗ് വിരുദ്ധ വിഭാഗം ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നതാണ്. കാരണം 11-ാം തീയതിയാണ് സമസ്ത മുഷാഫറ യോഗം ചേരുന്നത്. പണ്ഡിത യോഗമാണ്. അതുകൊണ്ട് ആ യോഗത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അതിൽ പരിഹാരം കണ്ടെത്തിയതിനു ശേഷം മാത്രം മതി മറ്റൊരു തീരുമാനം അല്ലെങ്കിൽ മറ്റൊരു ചർച്ച എന്നതാണ് ലീഗ് വിരുദ്ധ വിഭാഗത്തിൻ്റെ അഭിപ്രായം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെ സമസ്തയിലെ അധ്യക്ഷനെതിരെ പരസ്യമായി തന്നെ ഈ PMA സലാം രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഒരു സമസ്തയിലെ ഏറ്റവും പണ്ഡിതനായൊരു നേതാവിനെ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമർശിക്കുന്നു. അതിൽ വലിയ അമർഷം സമസ്തയിലെ ഒരു വിഭാഗങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചതിനു ശേഷം അത് പണ്ഡിത സഭയായ മുഷാവറ യോഗം ചർച്ച ചെയ്യണം. അതിനുശേഷം മതി മറ്റൊരു സമാന്തരമായ ചർച്ച എന്നതാണ് ഈ ലീഗ് വിരുദ്ധ വിഭാഗം നിലവിൽ പറയുന്നത്. വൈകിട്ടാണ് ഈ യോഗം മലപ്പുറത്ത് ചേരുന്നത്. ഏത് തരത്തിലായിരിക്കും? ഇപ്പോൾ നേരത്തെ ഒരു സമവായ ചർച്ച എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗവും പങ്കെടുക്കണം. പക്ഷേ ലീഗ് വിരുദ്ധ വിഭാഗം ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോഴാണ് പുറത്തു വന്നത്. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും യോഗം ചേരുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെ സമസ്തയുടെ ആരാധനായൊരു നേതാവിനെ അപമാനിച്ചുകൊണ്ട് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്ത് വന്ന സാഹചര്യം, വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായം ഈ UDF-നുള്ളിൽ പുകയുന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ നേരത്തെ വാർത്ത നൽകിയതാണ്. KM ഷാജി ഒരു അഭിപ്രായം പറയുന്നു, അതിന് ഭിന്നമായി VD സതീശൻ പറയുന്നു. അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന ആളുകൾ പോലും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭിന്ന സ്വരത്തിൽ സംസാരിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും ഇന്നത്തെ യോഗത്തിൽ എന്നതാണ് പറയുന്നത്. സംസ്ഥയെ ബോധ്യപ്പെടുത്തേണ്ടി വരും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക്. ഏതായാലും ഒരു പക്ഷേ യോഗം ഈ ലീഗ് വിരുദ്ധ വിഭാഗം മാറി നിൽക്കുന്നത് കൊണ്ട് ഏത് രീതിയിലായിരിക്കും നടക്കുക എന്നത് വരും സമയങ്ങളിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും സംസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഷാഫറ യോഗം 11-ാം തീയതിയാണ് നടക്കുക. ശരി, ഓക്കെ, താങ്ക് യു. മേഘയാണ് കോഴിക്കോട് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത്. ഏതായാലും സമസ്തയിലുള്ളിൽ ഒരു രണ്ട് ചേരി രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തന്നെ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്.